13 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന കണക്കുകളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. ആക്രമണത്തിൽ 59 പേർക്ക് പരിക്കേറ്റെന്നും ഔദ്യോഗിക കണക്ക്. പരിക്കേറ്റവരിൽ 44 പേരും പൂഞ്ചിൽ നിന്നുള്ളവരാണ്. സനോജ്, ഈ ഷെല്ലാക്രമണം പരിഗണിച്ച് തന്നെ ആളുകളെ അതിർത്തികളിൽ നിന്ന് നീക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആളുകളെ ആ തരത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് പൂർണ്ണമായും സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുവാൻ കഴിഞ്ഞിട്ടില്ലേ? എന്താണ് അതിർത്തി ഗ്രാമങ്ങളിലെ സ്ഥിതി ഇപ്പോൾ? ലക്ഷ്മി, അതായത് ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി 10 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ 13 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. 59 പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത് പൂഞ്ച് സെക്ടർ എന്നാണ് പറയുന്നത്. പൂഞ്ച് സെക്ടറിലെ പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഷെല്ലാക്രമണത്തിൽ 13 പേർ മരിച്ചു എന്നുള്ള വാർത്തയിൽ 10 പേർ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച വാർത്ത കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു. ഏതായാലും 60ഓളം പേർക്ക്, അതായത് 59 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായ വിവരം. ഈ മേഖലകളിലെല്ലാം തന്നെ ഇത് കുറേ നാളുകളായി ഈ മേഖലയിൽ പ്രകോപനപരമായ രീതിയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരികയും ഇത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയം ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയം ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങളാണ്. അതായത് ബാരാമുള്ള അടക്കം കുപ്വാര, അഖ്നൂർ, പൂഞ്ച് അടക്കമുള്ള മേഖലകൾ, ഈ മേഖലകളിലെല്ലാം തന്നെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ പരസ്പരം ഉള്ള വെടിവെപ്പുകൾ നടന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള ഷെല്ലാക്രമണം നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയാണ്. അപ്പം അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ വീടുകളിലേക്ക് നടന്ന ഷെല്ലാക്രമണത്തെ തുടർന്ന് വീടുകൾക്ക് തീ പിടിക്കുകയും സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും അവിടെ നിന്ന് ആളുകളെ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റു സൈനികരുടെ നേതൃത്വത്തിൽ അവർ മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും പഹൽഗാം പോലൊരു സ്ഥലത്ത്, അതായത് അവിടുത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെ പഹൽഗാം പോലൊരു സ്ഥലത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലും ഇല്ലാതിരുന്നതിൻ്റെ കാരണം ഒന്ന്, അത് ആ മേഖലയെല്ലാം നേരത്തെ അത്തരത്തിലൊരു വലിയ ഭീഷണിയുള്ള പ്രദേശമായിരുന്നില്ല. അത് വളരെ സ്വാഭാവികമായി ടൂറിസ്റ്റുകൾ വന്നിരുന്നൊരു പ്രദേശമാണ്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് അപ്രതീക്ഷിതമായി നടന്നൊരു ആക്രമണം എന്ന നിലയ്ക്ക് ഇപ്പോൾ അതിർത്തിയുടെ എല്ലാ മേഖലകളിലെല്ലാം തന്നെ വലിയ തരത്തിലേക്കുള്ള സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിർത്തി മേഖലകളിൽ ഒന്ന് സുരക്ഷ ശക്തിപ്പെടുത്തി, മറ്റൊന്ന് ആ പ്രദേശങ്ങളിലെ അല്ലെങ്കിൽ ആ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകൾ, അവിടെയെല്ലാം തന്നെ വലിയ കരുതൽ, വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. അവിടുത്തെ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ആക്രമണത്തിൻ്റെ സാധ്യത കൂടെ കണക്കിലെടുത്തുകൊണ്ട് പൂഞ്ച് സെക്ടറിൽ ഉൾപ്പെടെ ആളുകളെ പല ഗ്രാമങ്ങളിൽ നിന്നും പല മേഖലയിൽ നിന്നുള്ള വീടുകളിൽ നിന്നും ആളുകളെ കുറച്ച് സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമൃത്സർ എയർപോർട്ട് ഉൾപ്പെടെ അടച്ചതിൻ്റെ പശ്ചാത്തലം അതാണ്. ധരംശാലയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ധരംശാലയിൽ IPL ക്രിക്കറ്റ് നടക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം കൂടെ കണക്കിലെടുത്താണ് രാജസ്ഥാൻ, പഞ്ചാബ്, കശ്മീർ അടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ഗുജറാത്തിൽ നമുക്കറിയാം കച്ച് എന്ന് പറയുന്നത് പാക് സമുദ്രാതിർത്തിയാണ്. അവിടുത്തെ ഭുജ് വിമാനത്താവളം ഉൾപ്പെടെ ഉള്ള മേഖലകളിലെല്ലാം തന്നെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിമാനങ്ങൾ കൂടുതലായിട്ട് സർവീസുകൾ സംബന്ധിച്ച്, വ്യോമ ഗതാഗതം സംബന്ധിച്ചുള്ള റഡാർ സെക്ടർ, അതായത് വ്യോമപാത കൃത്യമായി അടയാളപ്പെടുത്തുന്ന വ്യോമപാതയിലേക്ക്, പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്ന വ്യോമപാതയിലേക്ക് കടക്കാതിരിക്കാനുള്ള രീതിയിലേക്ക് പല രാജ്യങ്ങളും ഈ കാര്യത്തിൽ വിമാന സർവീസുകളെ കൂടുതൽ കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മറ്റ് ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനം നടത്തുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെ ഭീഷണി മുന്നറിയിപ്പുമുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ നടപടി. ഏതായാലും പൂഞ്ചിൽ ഇപ്പോൾ 13 പേരുടെ മരണം ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒപ്പം ഡൽഹിയിൽ സർവകക്ഷി യോഗം നടക്കുന്നു. വി എസ് സനോജാണ് വിവരങ്ങൾ പങ്കുവച്ചത്.